ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിബ്ലിങ്സ് അറ്റ് എൻസെറ്റ്. അതായത് ഇന്നത്തെ ഒരു വ്ളോഗാണ്, ഒരു ട്രാവൽ വ്ളോഗ്. ഞാൻ പാമസ്റ്റോൺ നോർത്തിലായിരുന്നു ഇത്രയും ദിവസം. ഇനി പാമസ്റ്റോൺ നോർത്തിൽ നിന്ന് ഒരു സ്ഥലത്തോട്ട് മൂവ് ആകുകയാണ്. ആ സ്ഥലമാണ് വക്കറ്റാനി. ബേ ഓഫ് പ്ലെൻറ്റിയിൽ വക്കറ്റാനി എന്ന് പറയുന്ന സ്ഥലത്തിലോട്ട് മൂവ് ചെയ്യാണ്. അവിടെയാണ് എനിക്കൊരു ജോലി ആയിരിക്കുന്നത്. സോ അങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു യാത്രയുടെ വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. സോ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിനകത്ത് ഒരുപാട് വീഡിയോസ് ഇടുന്നതായിരിക്കും. എനിക്ക് പാമസ്റ്റോൺ നോർത്തിൽ നിന്ന് 9:30 രാത്രിയിൽ ട്രാവൽ ചെയ്യാനിരുന്നത്. സോ ഇൻ്റർസിറ്റി എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ നിന്ന് ഇനിയൊരു സിറ്റിയിലോട്ട് പോകുന്ന ട്രാവൽ ചെയ്യുന്ന ബസ്സിലായിരുന്നു ഞാൻ എൻ്റെ ടിക്കറ്റ് ബുക്കാക്കിയിരുന്നത്. 9:30 ഞാൻ പാമസ്റ്റോൺ നോർത്തിൽ നിന്ന് കയറി. സോ അവിടുന്ന് തുടങ്ങിയ യാത്ര ഇവിടുന്ന് ഓക്ലാൻഡിൽ പോകണം. ഓക്ലാൻഡിൽ നിന്ന് പിന്നെയാണ് വക്കറ്റാനിയിലോട്ട്. അപ്പോൾ ഓക്ലാൻഡിൽ ഞാൻ 6:30 ആകുമ്പോൾ റീച്ചാവും. സോ അവിടം വരെ ഉള്ള യാത്ര ഒരുപാട് നല്ല യാത്രയായിരുന്നു. രാത്രിയായിരുന്ന കാരണം നല്ല സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ ഓക്കെ, കുഴപ്പമില്ലാത്ത ഒരു യാത്രയായിരുന്നു. സീറ്റൊക്കെ നല്ല ഫ്ലെക്സിബിളായിരുന്നു. കുറച്ച് നേരം ഒന്ന് റിലാക്സ് ആവാൻ പറ്റി. പിന്നെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, പുതിയ സ്ഥലമാണ് ഇനി മുമ്പോട്ട്, അപ്പോൾ അവിടെ എങ്ങനെ ആൾക്കാരാണെന്ന്. പക്ഷേ ഓക്കെ, ഫൈൻ, എന്തായാലും മൂവ് ഓൺ ആകണം ലൈഫിൽ. അപ്പോൾ പിന്നെ ആയിക്കോട്ടെ, എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ഓക്ലാൻഡിൽ 6:30 മോർണിംഗ് ആയപ്പോൾ എത്തി. ഇനി ഇവിടുന്ന് എനിക്ക് അടുത്ത വണ്ടിയുള്ളത് 8:30 മോർണിംഗ് ആണ്. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാനൊന്ന് പോയി ഫ്രഷായി. പിന്നെ ഒരു ചായയും ഒരു പപ്സൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ അടുത്ത വണ്ടി കയറിയാണ്. അതാണ് ഇവിടുന്ന് ഓക്ലാൻഡ് ടു വക്കറ്റാനി. അപ്പം വക്കറ്റാനിലോട്ട് പോകാനുള്ള യാത്രയിലാണ് ഇനി. അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചകളാണ്. ഈ രാവിലെ ആയിരുന്ന കാരണം ഒരു സ്ലൈറ്റായിട്ടുള്ള ട്രാഫിക് ചെറുതായിട്ട് തുടങ്ങുന്നേ ഉള്ളൂ. വർക്കിംഗ് ടൈം സ്റ്റാർട്ട് ആവാൻ പോകുന്നേ ഉള്ളൂ. സോ അതിൻ്റേതായ ഒരു ചെറിയ ട്രാഫിക്. അല്ലാണ്ട് നല്ല കാലാവസ്ഥയായിരുന്നു, മഴയൊന്നും ഇല്ലായിരുന്നു. കുറച്ച് വീഡിയോസ് ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരുന്ന സ്ഥലത്ത് കണ്ട കാഴ്ചകളുടെ വീഡിയോകൾ കാണിക്കുന്നതായിരിക്കും. ഞങ്ങൾ പിന്നെ റോട്ട്രോയിൽ നിന്ന് അടുത്ത യാത്രയിലോട്ടായിരുന്നു, റോട്ട്രോയിൽ നിന്നുള്ള വക്കറ്റാനിയിലോട്ട്. അപ്പം വളരെ പ്രകൃതി രമണീയമായ നല്ല നല്ല സീനറി കണ്ടപ്പം ഞാനത് ക്യാപ്ചറാക്കി. പക്ഷെ ഒരുപാട് നല്ല ക്ലീനായ ഗ്രീനറി വളരെ ഭംഗിയായിരുന്നു. സോ അതിൻ്റെയൊക്കെ വീഡിയോസ് എടുത്തു. പിന്നെ ഇവിടെ കൂടുതൽ ഫാമിനെയാണ് അവർ എൻകറേജ് ചെയ്യുന്നത്, ഫാം അഗ്രികൾച്ചർ, ആ ഒരു ഫീൽഡ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസ് ജസ്റ്റ് സീറ്റിലിരുന്നുകൊണ്ട് എടുത്തു. അവിടെ ട്രാഫിക്കായിരുന്നു ആ സമയത്ത്. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ സ്പ്രിംഗ് എന്ന് പറയുമ്പം ഇവിടെ നല്ല ഫ്ലവേഴ്സൊക്കെ ഇനി മെല്ലെ ഇങ്ങോട്ട് വിടരാൻ തുടങ്ങും. സോ നമുക്കിനി സ്പ്രിംഗ് കഴിഞ്ഞ് നെക്സ്റ്റ് സമ്മറാണ്. ഈ ഉള്ള സമയം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഇത് 3 മാസങ്ങൾ സ്പ്രിംഗ് എന്നാണ് പറയുന്നത്. ഉച്ച 1:30 ആയപ്പോഴത്തേക്ക് റോട്ട്രോയിലെത്തി. റോട്ട്രോയിൽ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ആപ്പിൾ ടേൺ ഓവർ എന്ന് പറയുന്ന ഒരു സ്നാക്സ് കണ്ടു. നല്ല ടേസ്റ്റി ആയിരുന്നു. ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അകത്ത് ആപ്പിൾ ജ്യൂസി ആയിട്ട് അത് വാങ്ങിച്ച് കഴിച്ചു. കൂടെ ഒരു ജ്യൂസും വാങ്ങിച്ചു, എനർജി ഡ്രിങ്ക്, ഓറഞ്ച് ഫ്ലേവർ, അത് വാങ്ങിച്ചു. സോ ഇനിയിപ്പോൾ നമുക്ക് പോകാനുള്ള യാത്രയാണ്. റോട്ട്രോയിൽ നിന്ന് വക്കറ്റാനിയിലോട്ട് പോകുന്നത്. ഇതാണ് എൻ്റെ ബസ്, ഇൻ്റർസിറ്റി ബസ്. ഇതിനകത്ത് നമ്മളവിടെ ഒരു 10-15 മിനിറ്റ് ഞങ്ങൾക്ക് റിലാക്സ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് റോട്ട്രോയിലെടുത്ത വീഡിയോസാണ് ഈ കാണുന്നത്.
അങ്ങനെ വക്കറ്റാനി എത്തി. വക്കറ്റാനിയാണ് എനിക്ക് ഇറങ്ങാനിരുന്ന സ്ഥലം. അങ്ങനെ നമ്മൾ ഒരു 14 അവേഴ്സ് ജേർണിയോളം ചെയ്തിട്ട് വക്കറ്റാനിയിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇതിപ്പോൾ ഏകദേശം 3:30 ആയി. 3:30 ആകുമ്പോൾ ഇവിടെ എന്നെ പിക്ക് ചെയ്യാൻ ഒരു ചേച്ചി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അക്കോമഡേഷനിൽ നിൽക്കുന്ന ചേച്ചി. സോ ഇനി ആ ചേച്ചിനെ ഒന്ന് കണ്ടുമുട്ടണം, അവർക്ക് മെസ്സേജ് അയക്കണം. ഇനി അങ്ങോട്ട് എൻ്റെ വക്കറ്റാനി എന്നുള്ള ഒരു വീഡിയോസ് വ്ളോഗൊക്കെ ആയിരിക്കും. ഇവിടുത്തെ ലൈഫ് സ്റ്റൈല്, ഇവിടുത്തെ ജീവിതത്തിനെ പറ്റിയുള്ള ഒരു വീഡിയോകളൊക്കെ ആയിരിക്കും ഇനി അങ്ങോട്ട്.